ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബസ്ബൂസ എന്ന ഒരു അറബിക് സ്വീറ്റാണ്. ഇത് നമ്മുടെ നാട്ടിലെ റവ കേക്കിന് സാമ്യമുള്ള ഒരു സ്വീറ്റാണ്. ഇതിനു വേണ്ടി 1 കപ്പ് റവ വേണം, 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അഥവാ മൈദ, 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്, പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ, 1 കപ്പ് നല്ല കട്ടിയുള്ള പുളിയില്ലാത്ത തൈര് വേണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 3 മുട്ട, 1/4 ടീസ്പൂൺ വാനില എസൻസ്, 3 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ സെസ്റ്റ്, അതായത് മുസമ്പിയുടെ തോല് ചുരണ്ടിയതാണിത്, 1/4 കപ്പ് മുസമ്പി ജ്യൂസ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് ഈ പൊടിച്ച പഞ്ചസാരയും ചേർത്ത് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ല സ്പീഡിൽ അടിച്ച് തന്നെ നല്ലതുപോലെ ഇത് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് ഒന്നും കൂടി ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ബീറ്റായ ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് ഒന്നും കൂടി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒട്ടും പുളിയില്ലാത്ത തൈര് തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കണം. ഇനി ഇതിലേക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന റവയും ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഇട്ട് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ട കെട്ടാതെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇതിലേക്ക് ഇനി എടുത്തു വച്ചിരിക്കുന്ന ഓൾ പർപ്പസ് ഫ്ലോറും ബേക്കിംഗ് സോഡയും ഇട്ട് അരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നന്നായി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് ഈ മുസമ്പിയുടെ ജ്യൂസും ഓറഞ്ചിൻ്റെ സെസ്റ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ ഞാൻ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കൊരു ബേക്കിംഗ് ട്രേയിൽ ഇത് ഒഴിച്ചു കൊടുക്കാം. ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഈ ബേക്കിംഗ് ട്രേയിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് മാറ്റിയിട്ട് 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ബേക്ക് ചെയ്ത ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്യണം. ആദ്യത്തെ 10 മിനിറ്റ് 200 ഡിഗ്രി സെൽഷ്യസിൽ വേണം ബേക്ക് ചെയ്യേണ്ടത്. ഇതിവിടെ ബേക്കാവുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിന് മുകളിൽ ഒഴിക്കാനുള്ള സിറപ്പ് തയ്യാറാക്കാം. സിറപ്പിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. പഞ്ചസാര പാനി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരൊഴിച്ചിട്ട് 5 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് നല്ലതുപോലെ തണുപ്പിക്കാം. സിറപ്പ് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നല്ലതുപോലെ തണുക്കാനായിട്ട് വെക്കാം. തണുത്ത ശേഷമാണ് നമ്മളിത് കേക്ക് റെഡിയായ ശേഷം കേക്കിന് മുകളിലേക്ക് ഒഴിക്കുന്നത്. ഇതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് പിസ്ത എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പിസ്തയൊന്ന് പൊടിച്ചെടുത്ത് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യും. പൊടിച്ചെടുത്ത പിസ്തയാണിത്. ഇതിവിടെ 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ് സെറ്റ് ചെയ്ത് ഓൺ ചെയ്ത് വെക്കാം. നൂറ്റൻപത് ഡിഗ്രി സെൽഷ്യസിൽ ഞാനിവിടെ 25 മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓൺ ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഓവൻ ഓപ്പൺ ചെയ്ത് നോക്കാം. ബസ്ബൂസ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഈ ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചാൽ മാത്രമേ ഇതിനുള്ളിലേക്ക് ഷുഗർ പിടിക്കത്തുള്ളൂ. ഇനി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ച ശേഷം ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ വെച്ചേക്കണം. എങ്കിൽ മാത്രമേ ഈ ഷുഗർ ഇതിലേക്ക് പിടിക്കത്തുള്ളൂ. അതിനുശേഷം നമുക്ക് പിസ്ത ഡെക്കറേറ്റ് ചെയ്ത് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ബസ്ബൂസ ഇവിടെ തയ്യാറായി. ഇത് നമുക്ക് പിസ്ത പൊടിച്ചതുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അറബിക് ഡിഷാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഈ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് ഈ തേങ്ങയൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. കളർ മാറരുത്. തീ വളരെ കുറച്ചിട്ടിട്ട് വേണം ഇത് ഡ്രൈ ആക്കി എടുക്കേണ്ടത്. തേങ്ങ ഇവിടെ കളർ മാറാതെ തന്നെ നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നല്ലതുപോലെ തണുക്കണം. തണുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇതിവിടെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലിട്ട് ചൂടാക്കിയെടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇത് ചൂടാക്കിയെടുക്കേണ്ടത്. ഇതിൻ്റെ കളർ ചേഞ്ച് ആവാനും പാടില്ല. ഇതിവിടെ നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നല്ലതുപോലെ തണുത്ത ശേഷം ഇത് നമുക്ക് ആവശ്യാനുസരണം ഇതിൽ നിന്ന് ഉപയോഗിക്കാം.